തിരുവനന്തപുരം ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയത് സ്വന്തം അമ്മാവൻ. ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയുടെ മൃതദേഹം കിണറ്റിൽ കണ്ട സംഭവത്തിൽ ദുരൂഹതയുണ്ട്. കുട്ടിയുടെ അമ്മയുടെ സഹോദരനായ ഹരികുമാർ കുറ്റം സമ്മതിച്ചുവെന്നാണ് സൂചന. കുട്ടിയെ ഇയാൾ കിണറ്റിലെറിഞ്ഞ് കൊന്നുവെന്ന നിഗമനത്തിലാണ് പോലീസ് അന്വേഷണം നടത്തിയിരുന്നത്. കുട്ടിയുടെ ശരീരത്തിൽ മുറിവുകൾ ഇല്ലെന്ന് ദേഹപരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട്. വീട്ടിലുള്ള ആൾ തന്നെയാണ് കുട്ടിയെ അപായപ്പെടുത്തിയതെന്ന് പോലീസിന് നേരത്തെ തന്നെ സൂചനകളുണ്ടായിരുന്നു. കുട്ടിയുടെ അമ്മ, അച്ഛൻ, മുത്തശ്ശി എന്നിവരെ ചോദ്യം ചെയ്യുകയാണ് പോലീസ്. ഇതിൽ കുട്ടിയുടെ അമ്മയ്ക്കും മുത്തശ്ശിക്കും ഈ മരണത്തിൽ പങ്കുണ്ടോ എന്ന ചില സംശയമുണ്ട്. ഇവരെ പ്രതി ചേർക്കാനുള്ള സാധ്യതയുമുണ്ട്. അതെ, വെളുപ്പാങ്കാലമാണ് കുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞ് രംഗത്തെത്തുന്നത്. അമ്മ ആണ്, ശ്രീതു ആണ് കാണാനില്ല എന്ന് പറഞ്ഞു വരുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ തന്നെ എത്തിയ പോലീസ് സംഘത്തിന് ഒരു ദുരൂഹത ഉയർന്നിരുന്നു. കാരണം ഇവിടെ വന്നപ്പോൾ വളരെ അസ്വാഭാവികത ഉണ്ടായിരുന്നു. ഈ പറയുന്ന ഈ അകത്ത് വീട് തീ കത്തിയ ഒരു നിലയിൽ കണ്ടു. അമ്മാവന്റെ മൊഴിയാണെന്ന് തോന്നുന്നല്ലേ? അമ്മാവന്റെ മൊഴിയും ഈ പറയുന്ന അമ്മയുടെ മൊഴിയിലൊക്കെ ആദ്യമേ പോലീസ് പറയുന്നത് ഒരു നാടകം കളിക്കുന്നുണ്ട്, ഇതിനെ കൂടുതൽ അന്വേഷണം നടത്തണം എന്നുള്ള രീതിയായിരുന്നു അവർ പോലീസ് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്ന് ഈ രാവിലെ പോലീസ് എത്തി കൂടുതൽ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കുട്ടി കിണറ്റിലുണ്ടെന്ന് പറയുന്നത്. തുടർന്ന് ഫയർഫോഴ്സ് എത്തി പരിശോധന നടത്തി. സ്ഥിരീകരിച്ചിട്ടാണോ കിണറ്റിലേക്ക് ഫയർഫോഴ്സ്? തീർച്ചയായും പോലീസ് സ്ഥിരീകരിച്ചതിന് ശേഷമാണ് ഫയർഫോഴ്സിന്റെ സഹായം തേടിയെന്നാണ് മനസ്സിലായി. ഇവിടെ വീട്ടിലുള്ളവർ തന്നെയാണ് ഇവിടെ പുറത്തെ ആൾക്കാരത്തൊക്കെ പറഞ്ഞു. ഇപ്പോൾ എല്ലാവരും വന്ന് നോക്കിയപ്പോൾ കുട്ടിയെ കാണാനില്ല. നാട്ടുകാർക്കും എല്ലാവർക്കും സംശയമുണ്ടായി. ഇവിടെ നിന്ന് വേറെ ആരും കുട്ടിയെ കൊണ്ടുപോകാനുള്ള യാതൊരു സാഹചര്യവുമില്ല. കാരണം പുറത്ത് CC ക്യാമറയും കാര്യങ്ങളും എല്ലാം ഉള്ളതാണ്. അപ്പോൾ അതിലൊക്കെ നോക്കിയിട്ട് യാതൊന്നുമില്ല. പിന്നെ പോലീസിനെ അറിയിച്ച് പോലീസ് വന്ന് അവരൊക്കെ നോക്കിയപ്പോൾ കുട്ടി കിണറിനകത്ത് ഉണ്ടാവാനുള്ള സാധ്യത തോന്നി. മറ്റവൾ ദേവസ്വം ബോർഡിൽ ജോലിയുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ പോകുമായിരുന്നു ശ്രീതു. പിന്നെ കുറച്ച് കടമുണ്ടെന്നൊക്കെ ഈ അവളെ അച്ഛൻ മരിച്ചപ്പോഴാണ് ഇത് പുറത്തു വരാൻ കാരണം. മോളായിരിക്കണം, അതാണ് നമ്മളെ നിഗമനം. ഇവിടെ കടം വാങ്ങിയ ആളുകൾ വന്ന് കടം കൊടുത്ത ആൾക്കാരങ്ങനെ വന്നപ്പോൾ അങ്ങനെയാണ് അറിയാമെന്നുള്ള ആളാരാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ജോലി വാങ്ങി കൊടുക്കാതെ അങ്ങനത്തെ പ്രശ്നമൊക്കെ കേട്ടിട്ടുണ്ടോ? ജോലി ആര് വാങ്ങിച്ചു കൊടുത്തൊന്നും അറിഞ്ഞുകൂടാ. നമുക്ക് എങ്ങനെ കിട്ടിയെന്നും അറിഞ്ഞുകൂടാ. അവര് PSC മുഖേന കിട്ടിയെന്നാണ് പറഞ്ഞത്. ഒരു ആദ്യമേ സാമ്പത്തിക വിഷയമുണ്ട്. പിന്നെ ഇവര് ഭർത്താവും ഭാര്യയായിട്ടുള്ള നല്ല ബന്ധത്തിലല്ല ഇപ്പോഴും. കാരണം പുള്ളിയായിട്ട് സഹകരണം വലുത് കുറവെന്നാണ് നാട്ടുകാർ പറയുന്നത് എല്ലാവരും. കാരണം പുള്ളി ഈ മരണത്തിൻ്റെ ഇന്ന് 16ആണ്. ഇന്നലെ വന്നതായിട്ടാണ് ഇവിടെ അടുത്തുള്ള നാട്ടുകാർ പറയുന്നത്. അത്തരത്തിൽ നമുക്ക് ദുരൂഹതയാണ്. അല്ലെങ്കിൽ കൊച്ചി ഒരിക്കലും 2.5 വയസ്സ് പ്രായമുള്ള കൊച്ചി ഒരിക്കലും ഈ കിണറ്റിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇത് ആരോ ഇതിനകത്ത് ഭാഗമാണ്. അത് നിയമത്തിൻ്റെ മുമ്പ് കൊണ്ടുവന്നേ പറ്റി. ഏത് ഉന്നതനായാലും പോലും നിയമത്തിൻ്റെ മുമ്പ് ഇവരെ കൊണ്ടുവരണം. അതാണ് നമ്മുടെ നാട്ടുകാരെന്നുള്ള അവരുടെ ആവശ്യം. 100% ഉണ്ട്. രാവിലെ ഇവിടെ എത്തിച്ചേരുമ്പോൾ ഇന്നലെ വൈകുന്നേരം അല്ലെങ്കിൽ രാത്രിക്ക് എന്തോ അനിഷ്ട സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇത് കുടുംബപരമാണോ മറ്റെന്തെങ്കിലും ആണോ എന്നുള്ളതിനെ സംബന്ധിച്ച് അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ട കാര്യങ്ങളാണ്. കട്ടിലുൾപ്പെടെ വീട്ടിനകത്ത് ചില ഉപകരണങ്ങൾ കത്തിയിട്ടുണ്ട്. ചെറിയ തീപിടുത്തം ഉണ്ടായതിന്റെ ലക്ഷണം ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ മറ്റേതെങ്കിലും തരത്തിലുള്ള വിഷയം അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടു. ഉറപ്പായിട്ടും എന്തെങ്കിലും ദുരൂഹത ഉണ്ടെങ്കിൽ 2 വയസ്സായ കുഞ്ഞിന് ഒരിക്കലും അങ്ങോട്ട് പോകാൻ വേണ്ടി കഴിയുന്നതല്ല. മറ്റേതെങ്കിലും ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഫാക്റ്റാണ്. അപ്പോൾ അത് പോലീസിന്റെ അന്വേഷണത്തിലാണ്. തീർച്ചയായും ഇവിടുത്തെ മുഴുവൻ ആളുകളും കുടുംബാംഗങ്ങൾ പോലീസ് സർവൈലൻസിലാണ്. ഇതിന്റെ എന്തെങ്കിലും തരത്തിലുള്ള ഇന്നലെ ഉണ്ടായതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കോൺസിക്വൻസസ് ആണെങ്കിൽ ഉറപ്പായും പോലീസിന്റെ അന്വേഷണത്തിൽ വരും എന്നാണ്. രക്ഷിതാക്കൾക്കും 6 വയസ്സുകാരി സഹോദരിക്കൊപ്പം ഉറങ്ങാൻ കിടന്ന കുഞ്ഞിനെയാണ് പുലർച്ചെ കാണാതായത്. പുലർച്ചെ 5 മണിയോടെ മകളുടെ കരച്ചിൽ കേട്ട് നോക്കുമ്പോൾ കിടത്തിയിരുന്ന സ്ഥലത്ത് കുഞ്ഞിനെ കാണാനില്ലായിരുന്നുവെന്നാണ് അമ്മ ശ്രീതു ആദ്യം പോലീസിനോട് പറഞ്ഞത്. പ്രാഥമിക പരിശോധനയിൽ തന്നെ ദുരൂഹതയുണ്ടെന്ന് പോലീസ് മനസ്സിലാക്കി. രക്ഷിതാക്കളുടെ മൊഴിയിലും വൈരുദ്ധ്യങ്ങൾ ഏറെയായിരുന്നു. അമ്മ ശ്രീതുവിന്റെ സഹോദരൻ ഹരിയുടെ മുറിയിൽ തീയിട്ടതിന്റെയും തീ അണയ്ക്കാൻ ശ്രമിച്ചതിന്റെയും തെളിവുകളും പോലീസിന് ലഭിച്ചിരുന്നു. ഇതേ തുടർന്നാണ് പോലീസ് വീട്ടുകാരെ, അതായത് അമ്മയെയും അമ്മാവനെയും മുത്തശ്ശിയെയും ഉൾപ്പെടെയുള്ളവരെയും ചോദ്യം ചെയ്തത്. പിന്നീട് ഈ കുട്ടിയുടെ അമ്മാവൻ കുറ്റം സമ്മതിക്കുകയും ചെയ്തു. തിരുവനന്തപുരത്ത് നിന്ന് ബാലരാമപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി VV അരുൺ ചേരുന്നുണ്ട്. അരുൺ, തുടക്കത്തിൽ തന്നെ, അതായത് ഇന്ന് പുലർച്ചെ ഈ കുഞ്ഞിനെ കാണാതാകുന്നു എന്ന വിവരം വരുന്നു. പിന്നീട് കിണറ്റിൽ മൃതദേഹം കണ്ടെത്തുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ നാട്ടുകാർക്ക് സംശയം തോന്നിയതാണ്. പോലീസിനും ദുരൂഹത പോലീസും കരുതിയതാണ്. ഒടുവിൽ അമ്മാവൻ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്, അമ്മയെയും പ്രതിയാക്കുമെന്ന് പറയുന്നു. ഇതെന്തായിരിക്കാം ഈ കുഞ്ഞിനെ ഇങ്ങനെ ക്രൂരമായ രീതിയിൽ 2 വയസ്സുള്ള ഒരു കൈക്കുഞ്ഞിനെ ഇങ്ങനെ കൊലപ്പെടുത്താനുള്ള കാരണം എന്തായിരിക്കും അരുൺ?
ടോം, കൊലപാതകത്തിന്റെ കാരണം എന്ത് എന്നത് മാത്രമാണ് ഇനി ആ രീതിയിൽ നമുക്ക് വ്യക്തമാകേണ്ടത്. 2 പേർ പ്രതികളാകുമെന്ന് നമുക്ക് ഏറെക്കുറെ ഉറപ്പിക്കാം. അത് ഒന്ന് കുട്ടിയുടെ അമ്മ സീതു, മറ്റൊന്ന് അമ്മാവൻ ഹരികുമാർ. ഈ 2 പേരും പ്രതികളാകുമെന്ന ഉറപ്പാണ്. സിധുവിന്റെ അമ്മയെയും നേരത്തെ സംശയനിഴലിൽ പോലീസ് നിർത്തിയിരുന്നു. പക്ഷെ അവർക്കിതിൽ പങ്കില്ല നിഗമനത്തിലേക്കാണ് ഈ ഘട്ടത്തിൽ പോലീസ് എത്തിയിട്ടുള്ളത്. കുട്ടിയുടെ അച്ഛൻ ശ്രീജിത്തിനും ഈ പങ്കില്ല എന്ന് പോലീസ് ആദ്യം തന്നെ ഉറപ്പിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ടത് കുട്ടിയെ രാവിലെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ശ്രീതു നൽകിയ മൊഴികൾ, പോലീസിനെ അറിയിച്ച വിവരങ്ങളൊക്കെ തികച്ചും തെറ്റായിരുന്നു, അല്ലെങ്കിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതും പരസ്പര വിരുദ്ധവുമായിരുന്നു. ആർക്കൊപ്പമാണ് കുട്ടി ഉറങ്ങിയത്? കുട്ടിയെ കാണാതെ പോയി, തീ പടരുന്നത് കണ്ട് നോക്കുമ്പോൾ അവിടെ കുട്ടിയില്ലായിരുന്നു എന്നൊരു മൊഴിയാണ് ആദ്യം മുതൽ അമ്മ നൽകുന്നത്. പക്ഷേ ആർക്കൊപ്പമാണ് കുട്ടി കിടന്നതെന്ന ചോദ്യത്തിന് കുട്ടിയുടെ അച്ഛനൊപ്പം കിടന്നു എന്ന മൊഴിയാണ് അമ്മ ശ്രീതു നൽകിയത്. മാത്രമല്ല, ഈ അച്ഛനെ വിളിച്ചുണർത്തി കുട്ടി നിങ്ങൾക്കൊപ്പമല്ലേ കിടന്നത്, കുട്ടിയെ കാണാനില്ലല്ലോ എന്ന് അവർ ചോദിക്കുകയും ചെയ്തു. പക്ഷേ അപ്പോൾ തന്നെ കുട്ടിയുടെ അച്ഛൻ നിഷേധിച്ചു. തനിക്കൊപ്പമല്ല കുട്ടി ഉറങ്ങിയത് കുട്ടിയുടെ അമ്മാവൻ ഹരികുമാറിനൊപ്പമെന്നാണ് ആദ്യഘട്ടം മുതൽ ഈ ശ്രീജിത്ത്, കുട്ടിയുടെ അച്ഛൻ പറഞ്ഞത്. പക്ഷേ അതിനെ തള്ളിക്കൊണ്ടുള്ള മൊഴികളാണ് കുട്ടിയുടെ അമ്മുമ്മയും അതുപോലെ തന്നെ ശ്രീതുവും ഹരികുമാറും അമ്മാവരും പോലീസ് നൽകിയത്. ഇവർ പലപ്പോഴും ചോദ്യം ചെയ്യലിൽ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞു. ബോധപൂർവം പോലീസിനെ വഴിതെറ്റിക്കാനുള്ള മൊഴികൾ നൽകി, മാറ്റി മൊഴികൾ നൽകി. അത് പോലീസിനെ വലിയ രീതിയിൽ കുഴച്ചു. ഏറ്റവും ഒടുവിലാണ് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഹരികുമാർ താനാണ് ഈ കൊലപാതകം ചെയ്തത്, കുട്ടിയെ കിണറ്റിലേക്ക് എറിഞ്ഞു കൊലപ്പെടുത്തുകയായിരുന്നു എന്ന ഒരു മൊഴി, കുറ്റസമ്മത മൊഴി എന്ന പോലെ ഹരികുമാർ നൽകി. പിന്നീട് അയാൾ അത് മാറ്റിപ്പറയുകയും ചെയ്തു. മൊഴികൾ നിരന്തരം മാറ്റി പോലീസിനെ അന്വേഷണത്തിന്റെ ഗതി തന്നെ മാറ്റാനുള്ള ബോധപൂർവ ശ്രമങ്ങൾ നടത്തുന്നു. ഇപ്പോൾ ഏതാണ്ട് പോലീസ് ഒരു കാര്യം ഉറപ്പിക്കുന്നു, കൊല നടത്തിയത് ഹരികുമാർ തന്നെയാണ്. കുട്ടിയുടെ അമ്മ ശ്രീധൂരും ഇതിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ട് എന്ന ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തും. മറ്റു 2 പേരെ പോലീസ് സംശയത്തിൽ നിന്ന് മാറ്റുകയാണ്. അത് കുട്ടിയുടെ അമ്മുമ്മയും അതുപോലെ തന്നെ അച്ഛനെയും, ഈ 2 പേർക്കും ഇതിൽ പങ്കില്ല എന്നൊരു വിലയിരുത്തലിലേക്ക്, നിഗമനത്തിലേക്ക് പോലീസ് ഇപ്പോൾ എത്തിച്ചേരുന്നു. ഇനിയാണ് പ്രധാനപ്പെട്ട കാര്യം, എന്താണ് കൊലപാതകത്തിനുള്ള കാരണം? സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. ലക്ഷങ്ങളുടെ അത് തന്നെയാണ് അരുണ് വലിയൊരു ദുരൂഹതയുള്ളത്. എന്തിനാണ് ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയെന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തണം. ആദ്യഘട്ടത്തില് ഈ അമ്മാവിന് ചില മാനസിക പ്രശ്നമുണ്ട്, ആ മാനസിക വിഭ്രാന്തിയിൽ കാണിച്ച ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതാ എന്ന രീതിയിലുള്ള മൊഴികളൊക്കെ ഇവർ നൽകിയെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഈ കേസിനെ വഴിതിരിച്ചുവിടാം, അല്ലെങ്കിൽ ഈ പ്രതിയെ ഈ മാനസിക വൈകല്യം ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പല നീക്കങ്ങളൊക്കെ അവരുടെ ഭാഗത്തു നിന്ന് ഒരുപക്ഷെ ഉണ്ടാകാം. പക്ഷേ പോലീസ് അത് തള്ളിക്കളയുന്നു. ബോധപൂർവം ആസൂത്രിതമായി കുഞ്ഞിനെ കൊലപ്പെടുത്തിയതാകാം എന്നൊരു നിഗമനം തന്നെ ആയിരിക്കുമോ പോലീസിനുള്ളത്? അത് തന്നെയാണ്. ഇയാളുടെ ഹരികുമാറിന്റെ മനോനില ശരിയല്ല, അല്ലെങ്കിൽ അയാൾ മാനസിക അസ്വസ്ഥ്യമുള്ള ആളാണെന്നും ഡിഫറന്റ്ലി ഏബിൾ ആണെന്നും ഒക്കെ പറയുന്ന ചില മൊഴികളുണ്ട്, അല്ലെങ്കിൽ അത്തരമൊരു ശ്രമങ്ങൾ നടത്തിയതൊക്കെ കേസന്വേഷണത്തെ വഴിതെറ്റിക്കാനെന്ന് തന്നെയാണ് പോലീസ് കരുതിയ. ഒരു അന്വേഷണ സംഘത്തിന്റെ ഉദ്യോഗസ്ഥർ അല്പസമയം സംസാരിക്കുമ്പോൾ അതെല്ലാം അവരുടെ നമ്പറാണ്, തന്ത്രമാണ് എന്നാണ് ഉദ്യോഗസ്ഥർ നമ്മോട് ഓഫ് ദ റെക്കോർഡ് പറഞ്ഞത്. വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാകും ഇതിന്റെ യഥാർത്ഥ കഥ പുറത്തു വരുമ്പോൾ, യഥാർത്ഥ കാരണം പുറത്തു വരുമ്പോൾ നിങ്ങൾ അറിയാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ അറിയാൻ പോകുന്നത് നമ്മുടെ രാവിലെ 10 മണിയോടുകൂടി സംസാരിക്കുമ്പോൾ സ്ഥല MLA കൂടിയായ M. വിൻസെന്റ് സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ പറയുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് അപ്പുറത്തേക്ക്, ഇപ്പോൾ പറയുന്ന കാരണങ്ങൾക്ക് അപ്പുറത്തേക്ക് ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ പുറത്തു വന്നേക്കാം. ആ ഞെട്ടിക്കുന്ന വിവരങ്ങളിലേക്കാണ് പോലീസിന്റെ ഈ അന്വേഷണം ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. അത് നമുക്ക് ഈ ഘട്ടത്തിൽ നമുക്കത് ആ രീതിയിൽ റിപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. പോലീസ് തന്നെയാണ് അത് പറയേണ്ടത്. എന്താണ് ഈ കുട്ടിയെ ഒഴിവാക്കാൻ ഇവർ തയ്യാറായത്? എന്തുകൊണ്ടാണ് കുട്ടിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത്? സാമ്പത്തിക പ്രശ്നത്തിന്റെ പേരിൽ ഈ 2 വയസ്സുള്ള കുട്ടിയെ കൊലപ്പെടുത്തിയത് കൊണ്ട് മാത്രം എന്ത് നേട്ടമാണ് അവർക്കുണ്ടാകുന്നത്? അപ്പോൾ അവിടെ സാമ്പത്തിക പ്രശ്നമുണ്ട് എന്നത് വസ്തുതയാണ്, അതിന്റെ പേരിൽ തർക്കങ്ങൾ ഉണ്ടായി എന്നുള്ളത് വസ്തുതയാണ്. അതിനപ്പുറത്തേക്ക് ചില കാരണങ്ങൾ കൂടി ഉണ്ട്. അത് പോലീസാണ് ആ കാരണങ്ങൾ പറയേണ്ടത്. ആ കാരണങ്ങളിലേക്ക്, അതിന്റെ യഥാർത്ഥ നിഗമനങ്ങളിലേക്ക് അന്വേഷണ സംഘം എത്തിച്ചേർന്നു എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ പുരോഗമിക്കുകയാണ്. ആ പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് കൂടി പോലീസ് കാത്തിരിക്കുന്നു എന്ന് വേണം കരുതാൻ. മരണ കാരണമെന്ത്? കിണറ്റിലേക്ക് എറിഞ്ഞു കൊലപ്പെടുത്തി, കൊന്ന ശേഷം കൊണ്ട് കിടന്നിട്ടതല്ല, എറിഞ്ഞു കൊലപ്പെടുത്തി എന്നാണ് പ്രതികൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. അത് ഒന്നുകൂടി സ്ഥിരീകരിക്കാനാകാം ഒരുപക്ഷെ പോലീസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി. തീർച്ചയായും